നമസ്കാരം. റാഫ്റ്റർ ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം. കോൺമബോളിൻ്റെ വേൾഡ് കപ്പ് ക്വാളിഫയർ മത്സരത്തിൽ ബ്രസീൽ കൊളംബിയയെ പരാജയപ്പെടുത്തി ഇപ്പോൾ സൗത്ത് അമേരിക്കൻ മേഖല വേൾഡ് കപ്പ് ക്വാളിഫയറിൽ 2ാം സ്ഥാനത്തേക്ക് ഉയർന്നിട്ടുണ്ട്. ഈ മത്സരത്തിലെ ബ്രസീലിൻ്റെ താരങ്ങളുടെ പ്ലെയർ റേറ്റിംഗ് ആണ് നമ്മൾ ഈ വീഡിയോയിൽ പരിശോധിക്കുന്നത്. തീർച്ചയായിട്ടും കളി ബ്രസീൽ സമ്പൂർണ്ണ ആധിപത്യം പുലർത്തി വിജയിച്ച് കയറി എന്നൊന്നുമല്ല നമ്മൾ പറയുന്നത്. ബ്രസീൽ അത്ര മികച്ച പെർഫോമൻസുമല്ല നടത്തിയത്, പക്ഷേ വിജയിച്ചു. അതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ്. 3 പോയിൻ്റ് നേടി വിജയിച്ചു. വിനി ജൂനിയർ ഡിസിസീവായിട്ടുള്ള ഘട്ടങ്ങളിൽ മികച്ച പ്രകടനം നടത്തി. അദ്ദേഹമാണ് പെനാൽറ്റി വിൻ ചെയ്തത്, അദ്ദേഹമാണ് വിന്നിംഗ് ഗോൾ നേടിയത്. റാഫീഞ്ഞയുടെ കാര്യത്തിലും അങ്ങനെ തന്നെ. അദ്ദേഹമാണ് പെനാൽറ്റി ഗോളാക്കിയത്. അദ്ദേഹത്തിൻ്റെ അസിസ്റ്റാണ് പിന്നീട് ഒരു തകർപ്പൻ ഷോട്ടിലേക്ക് നയിച്ചതും ഗോളായി തീർന്ന് ബ്രസീൽ വിജയിച്ചതുമൊക്കെ. അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ സൂപ്പർ താരങ്ങൾ കീ മൊമെൻറ്റുകളിൽ, ഡിസിസീവായിട്ടുള്ള മൊമെൻറ്റുകളിൽ മികച്ച പ്രകടനം നടത്തുന്നു, കളി വിജയിക്കുന്നു. പലപ്പോഴും അങ്ങനെയാണ്. ഈ മൈന്യൂട്ട് ഡീറ്റെയിൽസാണ് കളിയുടെ റിസൾട്ട് തീരുമാനിക്കുന്നത്. ആ അർത്ഥത്തിൽ ഇപ്പോൾ ബ്രസീലിൻ്റെ ജോഗോ ബൊനീറ്റോ ഒക്കെ ആഗ്രഹിക്കുന്നവർക്കിത് അത്ര മികച്ച പ്രകടനമാണോ എന്നതൊരു ചോദ്യം തന്നെയാണ്. ശരി, പക്ഷേ വിജയമല്ലേ ഏറ്റവും പ്രധാനം. ഇപ്പോഴങ്ങനെയാണ് ആധുനിക ഫുട്ബോൾ. ഏതായാലും 2-1 വിജയം ബ്രസീൽ നേടിയ ഈ കളിയിലെ റേറ്റിങ്ങിലേക്ക് നമ്മൾ പോവുകയാണെങ്കിൽ ആലിസൺ ബക്കർക്ക് പരിക്കേറ്റിട്ടുണ്ട്. അദ്ദേഹത്തിന് ആ കൊളീഷൻ ഹെഡ് ഇഞ്ചുറിയിലേക്ക് നയിച്ചിട്ടുണ്ട്. അടുത്ത കളിക്ക് ഉണ്ടാകുമോ എന്നുള്ളത് കണ്ടറിയണം. കൂടുതൽ വിവരങ്ങൾ CBF നൽകുമെന്ന് പ്രതീക്ഷിക്കാം. ആലിസൻ്റെ റേറ്റിംഗ് 6.8 ആണ്. ഡിഫൻസിൽ സെൻട്രൽ ബാക്കുമാരായിട്ടുള്ള മാർക്കിഞ്ഞോസും ഗബ്രിയൽ മെഗല്ലസും. മാർക്കിഞ്ഞോസിന് 6.8 ആണ് റേറ്റിംഗ്, ഗബ്രിയൽ മെഗല്ലസിന് 7 ആണ്. മെഗല്ലസിനെ സംബന്ധിച്ചിടത്തോളം നിരാശയുണ്ട്. അദ്ദേഹത്തിന് യെല്ലോ കാർഡ് കിട്ടിയിട്ടുണ്ട്. ഹീ ഈസ് സസ്പെൻഡഡ്. അടുത്ത കളിക്ക് അദ്ദേഹം ഉണ്ടാവില്ല. ആ സമയം വിങ് ബാക്കുമാർ അരാനക്ക് 6.7, വാൻഡേഴ്സിന് 6.5. മധ്യനിരയിലേക്ക് വരുമ്പോൾ ഗേഴ്സണും ബ്രൂണോ ഗുയിമാറസുമാണ് ഒരുമിച്ച് അവരുടെ മധ്യനിര സംരക്ഷിക്കാൻ ഇറങ്ങിയത്. ഗേഴ്സിന് പരിക്ക് പറ്റി ആദ്യ പകുതി പൂർത്തിയാക്കാൻ കഴിയാതെ പുറത്ത് പോവേണ്ടി വന്നു. 6.8 ആണ് അദ്ദേഹത്തിൻ്റെ റേറ്റിംഗ്. ബ്രൂണോ ഗുയിമാറസിൻ്റെ റേറ്റിംഗ് 7 ആണ്. ഇരു പാർശ്വങ്ങളിലായി കളിച്ച റാഫീഞ്ഞയും റോഡ്രിഗോയും. റാഫീഞ്ഞ മികച്ച പ്രകടനം, ഗോളും അസിസ്റ്റും അദ്ദേഹത്തിൻ്റെ വകയുണ്ട്. റേറ്റിംഗ് 8.2. റോഡ്രിഗോയുടേത് 6.5. ഇനി മുന്നേറ്റ നിരയിൽ ജാവോ പെഡ്രോ, അദ്ദേഹം അത്ര മികച്ച പ്രകടനം നടത്തിയെന്ന് പറയാൻ പറ്റില്ല. റേറ്റിംഗ് 6.5 ആണ്. വിനി ജൂനിയർ ഡിസിസീവായിട്ടുള്ള ഘട്ടങ്ങളിൽ മികച്ച പ്രകടനം നടത്തി. 7.8 ആണ് അദ്ദേഹത്തിൻ്റെ റേറ്റിംഗ്. ബ്രസീലിൻ്റെ സബ്സ്റ്റിറ്റ്യൂട്ട് താരങ്ങളുടെ റേറ്റിംഗിലേക്ക് പോയാൽ ജോയലിൻ്റെനാണ് ഗേഴ്സിന് പകരം 28ാമത്തെ മിനിറ്റിൽ സബ്സ്റ്റിറ്റ്യൂട്ടായിട്ട് വന്നത്. അത്ര മികച്ച പ്രകടനമെന്ന് പറയാനില്ല. 6.2 ആണ് അദ്ദേഹത്തിൻ്റെ റേറ്റിംഗ്. മാത്യൂസ് കുഞ്ഞ 60 മിനിറ്റിന് ശേഷമാണ് അദ്ദേഹം കളത്തിലേക്ക് വന്നത് ജാവോ പെഡ്രോയ്ക്ക് പകരം. അദ്ദേഹം വന്നതിന് ശേഷം ജാവോ പെഡ്രോയേക്കാൾ മികവ് കാണിച്ചു എന്നതാണ് യാഥാർത്ഥ്യം. 6.6 ആണ് മാത്യൂസ് കുഞ്ഞയുടെ റേറ്റിംഗ്. ബെൻഡോ, ആലിസിന് പരിക്ക് പറ്റിയപ്പോൾ ബെൻഡോയാണ് വന്നത്. ബെൻഡോയുടെ റേറ്റിംഗ് 6.5. സാവീഞ്ഞോ, റോഡ്രിഗോയ്ക്ക് പകരം 78ാമത്തെ മിനിറ്റിലാണ് സാവീഞ്ഞോ വരുന്നത്. റേറ്റിംഗ് 7. അതുപോലെ തന്നെ 78ാമത്തെ മിനിറ്റിൽ ബ്രൂണോ ഗുയിമാറസിന് പകരം ആന്ധ്ര വന്നു. റേറ്റിംഗ് 6.8. വെസ്ലി 79ാമത്തെ മിനിറ്റിൽ വാൻഡേഴ്സിന് പകരം വന്നിട്ടൊരു തീപ്പൊരി കളി തന്നെ നടത്തി. അദ്ദേഹത്തിൻ്റെ റേറ്റിംഗ് 7.5. ലിയോ ഓർട്ടീസ് വിനി ജൂനിയർക്ക് പകരം അവസാന ഘട്ടത്തിൽ വന്നെങ്കിലും അത്രയധികം സമയമൊന്നും കളത്തിൽ നിൽക്കാത്തത് കൊണ്ട് നമ്മൾ റേറ്റിംഗ് കൊടുക്കുന്നില്ല. അങ്ങനെ ബ്രസീൽ ഈ ഒരു മത്സരത്തിൽ നടത്തിയ മൊത്തം പ്രകടനത്തിൻ്റെ റേറ്റിംഗ് 6.89 ആണ്. ഏതായാലും കളിയിൽ ബ്രസീൽ വിജയിച്ച് കയറി. ഇപ്പോൾ വേൾഡ് കപ്പ് ക്വാളിഫയറിൽ 13 കളികളിൽ നിന്ന് 21 പോയിൻറ്റോടെ അവർ 2ാം സ്ഥാനത്ത് നിൽക്കുന്നു. ഒന്നാമതുള്ള അർജൻറ്റീനയ്ക്ക് 12 കളികളിൽ നിന്ന് 25 പോയിൻറ്റുകളാണ്. വീഡിയോ അവസാനിക്കുന്നു. ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സ് വീണ്ടും എത്താം.